എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ചൈദഗ്ധിമകദരന്നോ ഗരീയോ യദ്വാ ജായേമയതി വാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാः. യദ്വാ ഒരു പക്ഷേ ജയേമ നാം ജയിച്ചേക്കാം, യദിവ അല്ലെങ്കിൽ നഹ നമ്മെ ജയേയും അവർ ജയിച്ചേക്കാം. നഹ നമുക്ക്, കദരത്ത് ഏതാണ്, ഗരീയഃ അധികം നല്ലത്, ഏതത് ച അത് തന്നെ, ന വിദ്മഃ നാം അറിയുന്നില്ല, യാനേവ യാതൊരു വരെ തന്നെ, ഹത്വാ ഹനിച്ചിട്ട്, ന ജിജീവിഷാമഃ നാം ജീവിക്കാൻ ഇച്ഛിക്കുന്നില്ലയോ, തേ ധാർത്തരാഷ്ട്രാः ആ ധാർത്തരാഷ്ട്രന്മാർ, പ്രമുഖേ നേരെ മുമ്പിൽ, അവസ്ഥിതാः സ്ഥിതി ചെയ്യുന്നു. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ടെന്തു കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഭാവാർത്ഥം: യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയെന്ന് അറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ, അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തൻ്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും. എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുമില്ല. കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ. ന്യായം തങ്ങളുടെ പക്ഷത്താകയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായിത്തീരും. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയമാവും. അർജുനൻ്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണെന്നും വ്യക്തമാകുന്നുണ്ട്. രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും താൻ ഭിക്ഷാടനത്താൽ ജീവിച്ചു കൊള്ളാമെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. തൻ്റെ ആത്മീയ ഗുരുവായ കൃഷ്ണൻ്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂടുന്നു. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവ്വഥാ യോഗ്യനാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല. ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. ഭൗതിക ബന്ധങ്ങളിലുള്ള മഹത്തായ ഗുണവിശേഷങ്ങളിലുപരി ഈ ഗുണങ്ങൾ കൊണ്ട് അർജുനൻ യോഗ്യനായിരുന്നു. ശ്ലോകം 7. കാർപണ്യദോഷാപഹതസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വം പ്രപന്നം. കാർപണ്യദോഷോപഹത സ്വഭാവഃ കാർപണ്യദോഷം കൊണ്ട് ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ, ധർമ്മസമ്മൂഢചേതാഃ ധർമ്മമേതെന്ന് സംശയിക്കുന്ന ചേതസ്സോടു കൂടിയ, അഹം ഞാൻ ത്വാം അങ്ങയോട് പൃച്ഛാമി ചോദിക്കുന്നു, യത് യാതൊന്ന് മേ എനിക്ക് ശ്രേയഃ ശ്രേയസ്സായി സ്യാത് ഭവിക്കുന്നു, തത് അതിനെ നിശ്ചയമായിട്ട് ബ്രൂഹി പറഞ്ഞു തന്നാലും, അഹം ഞാൻ തേ അവിടുത്തെ ശിഷ്യഃ ശിഷ്യനാകുന്നു, ത്വം അങ്ങയെ പ്രപന്നം ശരണം പ്രാപിച്ചിരിക്കുന്നു, മാം എന്നെ ശാധി ശാസിച്ചാലും. സാരം: കൃപണതയാലുള്ള ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഭാവാർത്ഥം: പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസ്യനായ ആ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യൻ്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു. നമ്മൾ സംഭ്രാന്തരാകുന്നു. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം
കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനുമായിക്കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസ്യനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽ പെട്ടുഴലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുദ്ധ്യാ ഋച്ഛോഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമോപവസ്തനമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. ഭൂമിയിൽ അസ്പഗ്നം ശത്രുരഹിതമായി ഋദ്ധം സമൃദ്ധമായ രാജ്യത്തെയും സുരാണാം സുരന്മാരുടെ ആധിപത്യം ആധിപത്യത്തെയും അവാപ്യ ലഭിച്ചിട്ട് മമ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷണം വരട്ടുന്ന ശോകത്തെ യാതൊന്ന് അപനുദ്ധ്യാത് അടിച്ചോടിക്കുന്നുവോ അതിനെ ന പ്രപശ്യാമിഹി ഞാൻ തീർച്ചയായും കാണുന്നില്ല. ഇന്ദ്രിയങ്ങളെ തളർത്തുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. ഭാവാർത്ഥം: മതസിദ്ധാന്തങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ ഒട്ടേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ഗുരുവായ കൃഷ്ണൻ്റെ സഹായം കൂടാതെ തൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അർജുനന് സാധിച്ചില്ല എന്ന് കാണാം. ജീവിതത്തിലെ ചുട്ടുനീട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തൻ്റെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൃഷ്ണനെപ്പോലുള്ള ഒരു ആധ്യാത്മികാചാര്യൻ്റെ സഹായമില്ലാതെ ഇവയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല. പാണ്ഡിത്യം, ജ്ഞാനം, ഉന്നത സ്ഥാനം ഇവയെല്ലാം പ്രശ്നപരിഹാരത്തിൽ ഉപയോഗശൂന്യമായി തീരുന്നു. കൃഷ്ണനെ പോലെയുള്ള ഒരു ആത്മീയ ആചാര്യന് മാത്രമേ കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ. അപ്പോൾ 100% കൃഷ്ണാവബോധമുള്ള ഒരു ആത്മീയ ഗുരു മാത്രമാണ് വിശ്വാസ്യനെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയൂ എന്നും വരുന്നു. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമേ അല്ല എന്ന്. 9ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശപരന്തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദ മുക്താ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു: പരന്തപ ശത്രുക്കളെ സംഹരിക്കുന്നവനും ഗുഡാകേശ അജ്ഞാനത്തെ മറികടന്നവൻ ഋഷികേശനോട്, ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണനോട്, ഏവം മുക്ത ഇപ്രകാരം പറഞ്ഞിട്ട്, ന യോസ്യേ ഞാൻ യുദ്ധം ചെയ്യുകയില്ല, ഇതി എന്ന് ഗോവിന്ദനോട് കൃഷ്ണനോട് ഉക്ത്വ പറയുകയും, തുഷ്ണീം ബഭൂവഃ മൗനിയായി ഭവിക്കുകയും ചെയ്തു. സാരം: സഞ്ജയൻ പറഞ്ഞു: ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഭാവാർത്ഥം: അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ടു ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷമായിരിക്കണം. എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ പരന്തപ ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി. കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് ദുഃഖത്തിന് അടിമപ്പെട്ടുവെങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യനെ പോലെ ശരണം പ്രാപിച്ചു. കുടുംബസ്നേഹം മൂലമുളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി. ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി അർജുനൻ നിശ്ചയമായി യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അർജുനൻ കൃഷ്ണൻ്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുന്നു എന്നതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് നൈരാശ്യത്തിനേ വഴിയുള്ളൂ. ശ്ലോകം 10. തമുവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഭാരത, ഹേ ഭാരത, ധൃതരാഷ്ട്ര രാജാവേ, സേനയോഹോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ
വീക്ഷിതന്തം വിഷാദഗ്രസ്തനായിരിക്കുന്ന അദ്ദേഹത്തോട് ഋഷികേശൻ പ്രഹസൻ ഇവ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഇതം വചഃ ഈ വാക്കുകൾ ഉവാച പറഞ്ഞു. അല്ലയോ ഭാരത, ഇപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. ഭാവാർത്ഥം: ഉറ്റ മിത്രങ്ങളായ ഋഷികേശനും ഗുഡാകേശനും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. സുഹൃത്തുക്കളാകയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ്. ഒരാൾ സ്വമേധയാ മറ്റേയാളിൻ്റെ സ്നേഹിതൻ ശിഷ്യനായ തോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത്. എല്ലാവരുടെയും പ്രഭുവായിക്കൊണ്ട് സർവേശ്വരനായ അദ്ദേഹം എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്നു. ഇങ്ങനെയാണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത്, മകൻ, കാമുകൻ എന്നീ വേഷങ്ങൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു. ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യുന്നു. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ സംവാദം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചായിരുന്നതിനാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായെന്ന് വേണം കരുതാൻ. ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്കോ സമൂഹത്തിനോ വർഗത്തിനോ വേണ്ടിയുള്ളവയല്ല ഭഗവത്ഗീത വചനങ്ങൾ. ഏവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ്. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അത് കേൾക്കാൻ ഒരേവിധം അർഹതയുണ്ട്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.